ട്രംപിന് മുന്നറിയിപ്പുമായി അറബ് രാജ്യങ്ങൾ. ഗസയിൽ നിന്ന് പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പരാമർശമാണ് പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തിയിരിക്കുന്നത്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന് പിന്നാലെയാണ് വിവാദ പ്രസ്ഥാനവുമായി ട്രംപ് എത്തിയിരിക്കുന്നത്. ഗസയിൽ നിന്ന് പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന ട്രംപിന്റെ ആവശ്യം തള്ളി ജോർദാനും ഈജിപ്തും രംഗത്തുവന്നു. ഗസയിൽ നിന്നുള്ള 15 ലക്ഷത്തോളം ആളുകളെ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയോടും സംസാരിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അത്തരമൊരു പദ്ധതിയോട് സഹകരിക്കില്ലെന്ന് ഇരു രാഷ്ട്രങ്ങളും വ്യക്തമാക്കി. പലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതിന് എതിരായ ജോർദാന്റെ നിലപാടിൽ മാറ്റമില്ലെന്നും മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് അമേരിക്കയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും ജോർദാൻ വിദേശമന്ത്രി ഐമൻ സഫാദി പറഞ്ഞു. ജോർദാൻ ജോർദാനികൾക്കും പലസ്തീൻ പലസ്തീനികൾക്കുമുള്ളതാണ്. മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി US ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കും, അദ്ദേഹം വ്യക്തമാക്കി. പലസ്തീൻ പ്രശ്നം രാഷ്ട്രീയമായാണ് പരിഹരിക്കേണ്ടതെന്ന് ഈജിപ്ത് അറിയിച്ചു. പലസ്തീനികളുടെ ചെറുത്തുനിൽപ്പിനും സ്വന്തം ഭൂമിക്കുമേലുള്ള അവകാശത്തിനുമൊപ്പമാണ് എല്ലായ്പ്പോഴും തങ്ങളെന്നും ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. പലസ്തീൻ പ്രശ്നം അറബ് ലോകത്തെയും മിഡിൽ ഈസ്റ്റിലെയും പ്രധാന പ്രശ്നമാണ്. അധിനിവേശം അവസാനിപ്പിക്കുകയും പലസ്തീനികളിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ട അവകാശങ്ങൾ അവർക്ക് തിരികെ നൽകുകയും വേണം. പലസ്തീനികളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ കാരണമാകുന്ന ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിച്ച് സമാധാനപരമായ അന്തരീക്ഷം സൃഷ്ടിക്കണം. 1967 നിർണയിച്ച അതിർത്തി പ്രകാരം പലസ്തീനികൾക്ക് അവരുടെ ഭൂമി വിട്ടു നൽകണമെന്നതാണ് തങ്ങളുടെ എക്കാലത്തെയും നിലപാടെന്നും ഈജിപ്ത് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഈ രണ്ട് രാജ്യങ്ങൾ മാത്രമല്ല, 22 മുസ്ലിം രാഷ്ട്രങ്ങളും ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തു വന്നിട്ടുണ്ട്. ട്രംപിന്റെ പരാമർശത്തെ വംശീയ ഉന്മൂലനം എന്നാണ് 22 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ അറബ് ലീഗ് വിശേഷിപ്പിച്ചത്. ഗാസയിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് പ്രദേശത്തെ വൃത്തിയുള്ളതാക്കാൻ അത്യാവശ്യമാണെന്നാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. ഈജിപ്തും ജോർദാനും അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ പ്രതിസന്ധി വർഷങ്ങളായി തുടരുകയാണ്. മേഖല പൂർണ്ണമായും നശിപ്പിച്ചു. ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തു. അഭയാർത്ഥികളെ മാറ്റിപ്പാർപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സമാധാനത്തോടെ ജീവിക്കാൻ ഒരു സ്ഥലം കണ്ടെത്തുന്നതിലൂടെ US അവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും US അവകാശപ്പെട്ടു. എന്നാൽ സംഘർഷത്തിന് കാരണമാകുന്ന പ്രശ്നങ്ങളെയും പലസ്തീനികളുടെ സ്വന്തം ഭൂമിയിലേക്കുള്ള അവകാശങ്ങളെയും ട്രംപ് അവഗണിക്കുകയാണ് എന്ന വിമർശനങ്ങളാണ് ഉയരുന്നത്. ട്രംപിന്റെ പ്രസ്താവനയെ ഹമാസ് ശക്തമായി എതിർത്തു. ഗാസയിൽ നിന്ന് പലസ്തീനികളെ കുടിയിറക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും ചെറുക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ബാസിം നെയിം വ്യക്തമാക്കി.